ചൂരൽമല, അട്ടമല, മുണ്ടകൈ പ്രദേശങ്ങളിലായി ഏതാണ്ട് 6000-ഓളം ആളുകൾ അവരുടെ ജീവിതം കരുപിടിപ്പിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു ഏകദേശ കണക്ക് മാത്രമാണ്. ഏതായാലും 5000-ലധികം ആളുകൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. 3069 പേർ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലുണ്ട്. 147 മരണം സംഭവിച്ചിട്ടുണ്ട്. 186 പേർ വിവിധ ആശുപത്രികളായി ചികിത്സയിലാണ്. ബാക്കിയുള്ള നമ്മുടെ സഹോദരങ്ങൾ എവിടെ എന്നുള്ളത് നമ്മളെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ്. വിവിധയിടങ്ങളിലായി ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ തുടങ്ങി, സൈന്യം തുടങ്ങി, വിവിധ സന്നദ്ധ സംഘടനകൾ തുടങ്ങി ഇങ്ങോട്ട് ഈ രക്ഷാപ്രവർത്തനം ഏത് തരത്തിൽ നടത്താം, എത്ര പെട്ടെന്ന് അവരിലേക്ക് എത്താൻ കഴിയും എന്നുള്ള ഒരു ചിന്തയിൽ തന്നെയാണുള്ളത്. നമുക്ക് ടിൻഡുവിലേക്ക് പോകാം. തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് അടിയന്തര മന്ത്രിസഭാ യോഗം ചേരുമെന്ന് ടിൻഡു റിപ്പോർട്ട് ചെയ്യുന്നു. ഓൺലൈനായാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുക എന്നുള്ളത്. ടിൻഡു, സ്ഥിതിഗതികൾ വിലയിരുത്തേണ്ടതുണ്ട്, ഏകോപിപ്പിക്കേണ്ടതുണ്ട്. ഏത് തരത്തിൽ എല്ലായിടത്തു നിന്നും, കേന്ദ്രത്തിൽ നിന്ന് ഉൾപ്പെടെ, പ്രതിപക്ഷത്തിൽ നിന്ന് ഉൾപ്പെടെ ഉള്ള സഹായ സഹകരണങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. എങ്ങനെ ഈ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഒരു വിലയിരുത്തൽ ഉണ്ടാകും? മുഖ്യമന്ത്രി വയനാട്ടിലേക്ക് പോകുമോ? ഈ മന്ത്രിസഭാ യോഗത്തിൽ എന്തൊക്കെയായിരിക്കും പ്രധാനമായും പരിഗണിക്കുക ഈ വയനാട് വിഷയത്തിൽ? വീണ, ഇന്ന് അടിയന്തരമായി ചേർന്ന ഓൺലൈനായിട്ടുള്ളൊരു മന്ത്രിസഭാ യോഗമാണ്. നമുക്കറിയാം 5 മന്ത്രിമാർ ഇന്നലെ തന്നെ വയനാട്ടിലുണ്ട്. ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വയനാട്ടിലേക്ക് പോകുന്നുണ്ട്. മുഖ്യമന്ത്രി ഇന്ന് തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. നാളെയോടെയായിരിക്കും അദ്ദേഹം വയനാട് എത്തുക. ഇന്ന് അടിയന്തരമായിട്ടാണ് മന്ത്രിസഭാ യോഗം ചേരുന്നത്. ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ഈ ധനസഹായവുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അത് പിന്നീടുള്ള കാര്യമല്ലേ എന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ആ ഒരു സാഹചര്യത്തിൽ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു പ്രഖ്യാപനം ഉണ്ടായേക്കാനാണ് സാധ്യത. ആ വിഷയങ്ങളിൽ ഇന്ന് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. ജില്ലയിലെ മന്ത്രിമാരുടെ അഭിപ്രായങ്ങളായിരിക്കും കൂടുതൽ തേടുക. കാരണം വയനാട്ടിലുണ്ടായിട്ടുള്ള ഇത്രയും വലിയ, അല്ലെങ്കിൽ ഒരുപക്ഷെ ചരിത്രത്തിലുണ്ടായിട്ടുള്ള ഇത്രയും വലിയൊരു ദുരന്തം, ആ ദുരന്തത്തിൽ മരണം സംഭവിച്ചവരുണ്ട്, ആ ദുരന്തത്തിൻ്റെ ആഘാതമേറ്റ് ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ധനസഹായ പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുക. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു, വിവിധ സന്നദ്ധ സംഘടനകൾ, ജനങ്ങൾ, അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഇന്നലെ കേരള ബാങ്കിൽ നിന്നും 50 ലക്ഷം രൂപ ആദ്യഘട്ടമായിട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്തരത്തിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് സമാഹരിക്കുന്നതിനുള്ള കാര്യങ്ങളും ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തതിന് ശേഷം ഈ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള ഈ വലിയ ഒരു ദുരന്തത്തെ പറ്റിയിട്ടുള്ള ഒരു റിവ്യൂ മീറ്റിംഗ് ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്ന് നടത്തും. അതിനുശേഷം ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണും. അതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രി വയനാട്ടിലേക്ക് മടങ്ങുക. റിവ്യൂ മീറ്റിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇന്നലെ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്ത വിഷയമാണ് ഈ ദുരന്തമുണ്ടായിട്ടുള്ള വയനാട്ടിലെ മേപ്പാടി, മുണ്ടക്കൈ, അട്ടമല തുടങ്ങിയ മേഖലകളിൽ തദ്ദേശമായിട്ട്, അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിൽ എത്ര കിലോമീറ്ററാണ്, അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ വ്യാപ്തിയിൽ, എത്ര ചതുരശ്ര കിലോമീറ്റർ വ്യാപ്തിയിൽ എത്രമാത്രം ജനങ്ങൾ താമസിച്ചിരുന്നു. ഈ ജനങ്ങളുടെ വ്യക്തമായ കണക്ക് തദ്ദേശ വകുപ്പുകളുടെ കയ്യിലോ റവന്യൂ വകുപ്പിൻ്റെ കയ്യിലോ ഇല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ജനങ്ങൾ തിങ്ങിപ്പാർപ്പിച്ച ഈ മേഖലയിലെ ശരാശരി ചതുരശ്ര കിലോമീറ്ററിൽ എത്രത്തോളം ആളുകൾ താമസിച്ചിരുന്നു, അവരുടെ ജനസംഖ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു അടിസ്ഥാന വിവരമുണ്ടാകണം. എങ്കിൽ മാത്രമേ നേരത്തെ സോണലും മനോജൊക്കെ സൂചിപ്പിച്ചതുപോലെ രക്ഷാപ്രവർത്തനങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ അവിടുത്തെ വീടുകളുടെ എണ്ണം, അവിടുത്തെ ഒരു ഭൂപ്രകൃതി, ആ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ സർക്കാർ സംവിധാനങ്ങളുടെ കയ്യിലൊന്നും ഒരു കണക്കുകളില്ല, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടൊന്നും ഒരു വ്യക്തതയില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഒരു റിവ്യൂ മീറ്റിംഗ്, അതോടൊപ്പം തന്നെ ഈ ദുരന്തമുണ്ടായ മേഖല, അതായത് ഈ വയനാട്, മേപ്പാടി, ഈ ചൂരൽമല തുടങ്ങിയ മേഖലയിൽ, ചൂരൽമല എന്ന് പറയും, ചൂരൽമലയ്ക്ക് നിന്നും 6 കിലോമീറ്റർ ഉള്ളിൽ വനമേഖലയിലാണ് ഉരുൾപൊട്ടിയതെന്നാണ് ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അത് എന്ന് പറയുന്നത് ഉൾമേഖലയാണ്, ഈ നദി ഉത്ഭവിക്കുന്ന മേഖലയാണ്. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലുകൾ ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? വയനാടിനെ സംബന്ധിച്ചിടത്തോളം, മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം, കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഈ 3 മേഖലയുമാണ് പ്രധാനമായിട്ടും നിലവിൽ ഹോട്ട്സ്പോട്ടിൽ നിൽക്കുന്നത്. കൂടുതൽ മേഖലകൾ ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അതൊക്കെ ആയിരിക്കും റിവ്യൂ മീറ്റിംഗിൽ ഉൾപ്പെടുത്തുക. അതോടൊപ്പം ഇപ്പോൾ നമുക്കറിയാം 5 വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നു. ഒപ്പം നമ്മുടെ മിക്ക ഡാമുകളിലും റെഡ് അലേർട്ട് നിലനിൽക്കുന്നു. കോഴിക്കോട് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുഴകളിലെല്ലാം ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ വയനാട് ഒരു പ്രശ്നമുണ്ടായി, നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. അതേസമയം തന്നെ കേരളത്തിൽ
പലയിടങ്ങളിലായി പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടമുണ്ട്. അവിടങ്ങളിൽ ഒരു അപകടം ഉണ്ടാകാതെ നോക്കേണ്ട സാഹചര്യം കൂടിയുണ്ട്. അവിടെ നിന്ന് പരമാവധി ആളുകളെ ഒഴിപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. ഇതൊക്കെയും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലേക്ക് എത്തുമോ? തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള, അതായത് ഇനി എവിടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള അതീവ ഗുരുതര മേഖല ഹോട്ട്സ്പോട്ടുകളായി തുടരുന്നത്, ആ മേഖലയിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങളെ പെട്ടെന്ന് ഈ മേഖലകളിൽ നിന്നും ഒഴിപ്പിക്കാൻ സാധിക്കില്ല. നമുക്കറിയാം, ഈ വയനാട് ചൂരൽമല അല്ലെങ്കിൽ മേപ്പാടി, അട്ടമല തുടങ്ങിയ മേഖലകളൊക്കെ ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരു മുന്നറിയിപ്പ് ലഭിച്ചിട്ടില്ല. അത് അവിടെയുള്ള ആളുകൾ ഈ പ്രതികരിക്കുമ്പോഴൊക്കെ മനസ്സിലാകും, അവർ സ്വന്തം ഇഷ്ടപ്രകാരം ഇത്തരത്തിൽ മഴ വരുന്ന സാഹചര്യത്തിൽ മാറി താമസിക്കുക എന്നല്ലാതെ ഈ സർക്കാർ സംവിധാനങ്ങളിൽ നിന്നോ അധികൃതരിൽ നിന്നോ ജില്ലാ ദുരന്ത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നോ ഒരു നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നില്ല. പക്ഷേ ഇനിയെങ്കിലും ഒരു നിർദ്ദേശം ലഭിച്ചില്ല എങ്കിൽ ഈ ഒരു ഗുരുതര സാഹചര്യം ഉണ്ടാകും. ഇന്നലെ കോഴിക്കോട് 2 ഇടങ്ങളിൽ രാത്രി ഉരുൾപൊട്ടിയിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യവും ഇന്ന് വിലയിരുത്തും. അപ്പോൾ ഇന്ന് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ല മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പത്തനംതിട്ട മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന മണിക്കൂറുകളിൽ മഴ ശക്തമാകുകയാണെങ്കിൽ സാഹചര്യം കുറച്ചുകൂടി ഗുരുതരമാകും. നിലവിൽ ഒരു ജില്ലകൾക്കും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. ആ ഒരു സാധ്യത അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ഒരുപക്ഷെ ഈ പ്രവർത്തനങ്ങളൊക്കെ അനുകൂലമാണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇനിയൊരു ഘട്ടം ഉണ്ടായാൽ ഈ പറഞ്ഞതുപോലെയുള്ള നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്കൊക്കെ അത് ഗുരുതരമായി തന്നെ വിഷയങ്ങൾ ബാധിക്കും. ഇനി കൂടുതൽ ഏതെങ്കിലും മേഖലകളിൽ നിന്നും രക്ഷാപ്രവർത്തനത്തിനായിട്ട് ഈ രക്ഷാപ്രവർത്തനത്തിനായിട്ടുള്ള അത്തരത്തിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ പരിശീലനം ലഭിച്ചിട്ടുള്ള ആളുകളെ എത്തിക്കണമോ എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്ന് റിവ്യൂ മീറ്റിംഗിൽ ചർച്ചയാവും. റിവ്യൂ മീറ്റിംഗിന് ശേഷം മാധ്യമങ്ങളെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി പറയാനുള്ള ഡാമുകളുടെ കാര്യമാണ്. ഡാമുകൾ KSEBിയുടെ കീഴിലുള്ള മൂഴിയാറ്, മാട്ടുപ്പെട്ടി, കല്ലാർകുട്ടി, ഇരട്ടയാറ്, ലോവർ പെരിയാറ്, പെരിങ്ങൽകുത്ത്, കുറ്റിയാടി, ബാണാസുര സാഗർ ഇവയൊക്കെ മൂന്നാമത്തെ ഘട്ട വാണിങ്ങിലേക്ക് വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ മുന്നറിയിപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഈ പറഞ്ഞ ഡാമുകളെല്ലാം റെഡ് അലേർട്ടിലാണ്. ഇവർക്ക് ഇതിൽ മിക്ക ഡാമുകളും സംഭരണശേഷിക്ക് പുറത്താണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മാട്ടുപ്പെട്ടി, കല്ലാർകുട്ടി, പെരിങ്ങൽകുത്ത്, ബാണാസുര സാഗർ ഡാമൊക്കെ 100% തന്നെ ജലസംഭരണ ശേഷി ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വരുന്ന മണിക്കൂറുകളിൽ മഴ ശക്തമാകുകയാണെങ്കിൽ ഈ ഡാമുകളിലൊക്കെ തുറന്നുവിടാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ 30 സെൻറ്റിമീറ്റർ വരെ ആയിരിക്കും ഷട്ടറുകൾ തുറക്കുക. അതീവ ഗുരുതര സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ 100 മുതൽ 150 സെൻറ്റിമീറ്റർ വരെ ഡാമുകൾ തുറന്നുവിടാനുള്ള സാധ്യതയുണ്ട്. പിന്നീടുള്ളത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ കീഴിലുള്ള ഡാമുകളാണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഡാമുകളും ഏതാണ്ട് ഇത്തരത്തിലുള്ള അലേർട്ടുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ വരുന്ന 4 ഡാമുകൾക്കാണ് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുള്ളത്. അതിൽ വാഴാനി, പീച്ചി, മീങ്കര, മംഗലം ഈ 4 ഡാമുകളുമാണ് ഇത്തരത്തിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ വരുന്നത്. ഇത് 2 പാലക്കാട് ജില്ലയിലും 2 തൃശ്ശൂർ ജില്ലയിലുമാണ്. ഈ ജില്ലകളിലൊക്കെ യെല്ലോ അലേർട്ടാണ്. അതുകൊണ്ട് തന്നെ ഗുരുതരമായിട്ടുള്ള സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നില്ല. ഇതിൽ തൃശ്ശൂർ ജില്ലയിലുള്ള 2 ഡാമുകളും 100% തന്നെ സംഭരണശേഷിക്ക് പുറത്താണെന്ന് പറയാം. അപ്പോൾ എന്തായാലും ഗുരുതരമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ റിവ്യൂ മീറ്റിംഗിന് ശേഷം എന്താണ് അടുത്ത ഘട്ടമെന്ന് നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കും. വീണ.